Hi friends, Assalamu alaikum, Namaskaram and welcome back to my channel. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 3 ടയർ കേക്കും അതിൻ്റെ കുറച്ച് ഡെക്കറേഷൻസ് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിക്കോൺ തീമിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് യൂണിക്കോണിൻ്റെ ഹോൺ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ കുറച്ച് ഫോണ്ടൻ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പം ഞാൻ കുറച്ച് CMC ആഡ് ചെയ്തിട്ടാണ് കേട്ടോ. നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാനുള്ളതിലൊക്കെ CMC ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. CMC ആഡ് ചെയ്തിട്ടാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഒരു ഭാഗം മെലിഞ്ഞിട്ടും താഴേക്ക് വരുന്ന ഭാഗം തടിച്ചിട്ടു കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ബാർബിക്യൂ സ്റ്റിക്കോ അല്ലെങ്കിൽ സ്ക്യൂവറോ എടുത്തിട്ട് ആ സ്ക്യൂവർ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ജസ്റ്റ് വെച്ചതിന് ശേഷം താഴേക്ക് ഒന്ന് പിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ നമ്മൾ ഹോൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് 2 ഇയറാണ്. അപ്പോൾ അത് ചെയ്തെടുക്കാനായിട്ട് ഞാനിതാ ഇവിടെ വീണ്ടും വേറൊരു ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് സ്റ്റിക്ക് ചെയ്യുന്ന ഫോണ്ടൻ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ CMC വെച്ചിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇത് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 ഹേർട്ട് ഷേപ്പാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഞാൻ എടുത്ത സൈസിൻ്റെ ചെറിയ സൈസ് എടുത്തിട്ട് വീണ്ടും ഞാൻ ഒരു 2 ഹേർട്ട് ഷേപ്പും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ 2 എണ്ണം ഒരുമിച്ച് വെച്ചതിന് ശേഷം ചെറിയൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് വളയ്ക്കുന്ന ടൈമിൽ നമുക്ക് ശരിക്കും ഒരു ഇയറിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. മറ്റേത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനൊരു ഹേർട്ടിൻ്റെ ഷേപ്പ് ഇല്ല, മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. 2 പേപ്പറിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. 2 സൈസിലുള്ള ഇയർ കട്ട് ചെയ്തിട്ട് അതുമുള്ളിലൂടെ നമുക്ക് നമ്മൾ ഫോണ്ടൻ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇത് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ രണ്ടും വൈറ്റ് കളറിൽ തന്നെയാണ്. അപ്പോൾ ഒന്നിനെ എടുത്ത് കാണിക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഗോൾഡൻ ഡസ്റ്റാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരിട്ടിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഗോൾഡൻ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു ഓവർനൈറ്റ് ഡ്രൈ ആക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ വെച്ചാൽ മതി. ഇതുപോലെ തന്നെ ഞാൻ ഹോണിലും നല്ല നമ്മളെ ഗോൾഡൻ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഈ 2 വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഉറങ്ങിക്കിടക്കുന്ന കൺപീലി ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ വൈറ്റ് ഫോണ്ടൻറ്റിൽ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ഷുഗറിൻ്റെ ബ്ലാക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം ഒരു മൂടി, ഒരു അടപ്പ് അതാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ജസ്റ്റ് ആദ്യം ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മേൽഭാഗത്ത് വെച്ചിട്ട് ഇതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ കൺപീലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2 വാലും പിടിച്ചിട്ട് ഒന്ന് സൈഡാക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് കട്ടറൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതാ 2 പീലിയും വരച്ചിട്ട് അതിൻ്റെ ആ സൈഡ് ഭാഗം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ കത്തി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കണം പീലിയും കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിറ്റേ ദിവസം മോർണിംഗിലാണ് കേട്ടോ നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ടയറൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ 2 kgയുടേതൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു 4 kg ടെൻഡർ കോക്കനട്ട് കേക്കാണ് കേട്ടോ. അപ്പോൾ താഴത്തേത് 2 kgയുടെ ബാറ്ററിൽ ഒഴിച്ചിട്ടുള്ളതാണ്. 2 kg ആണ്. അപ്പോൾ ഇതിന് മുകളിൽ ഇതുപോലെ സ്ക്യൂവറൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ 3 ടയർ നിൽക്കണമെങ്കിൽ കുറച്ച് ബലം വേണമല്ലോ നമ്മളെ കേക്കിന്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മൾ ഡെലിവറി ചെയ്യുന്ന അരമണിക്കൂർ മുന്നെയാണ് ഇത് സെറ്റ് ചെയ്യണുള്ളൂ. അപ്പോൾ അവർ രാവിലെ വരുമെന്ന് പറയുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ 2 സ്പാച്ചില യൂസ് ചെയ്തിട്ടാണ്. ഒന്ന് സ്പാച്ചിലാണ്, ഒന്ന് നമ്മളെ കേക്ക് കട്ട് ചെയ്യുന്ന കത്തി വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ടയർ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഒരു ഡേ ഫുള്ളായിട്ട് തന്നെ ഫ്രിഡ്ജിലിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ ക്രീമൊന്നും ഇളകി പോകുമൊന്നുമില്ല. അപ്പോൾ ഇത് 2 ടയർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് 3ാമത്തെ ടയർ ഇതിൻ്റെ മുകളിലോട്ട് എടുത്ത് വെക്കാം.
അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കേക്ക്സിക്കിൾസും അതുപോലെ പോപ്സിക്കിൾസും പിന്നെ കപ്പ് കേക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഇതേപോലെ മൂന്നാമത്തെ ടയറിന് നമുക്ക് ഒരു സ്ക്യൂറും കൂടെ ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് കസ്റ്റമർ പിന്നെ കളറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ സെറ്റ് ചെയ്യാനുള്ള കളറും തീമും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാനെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതാ നമ്മൾ മൂന്നാമത്തെ ടയറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ താഴത്തെ ടയർ ഡെക്കറേഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തന്നെ റോസറ്റാണ് കേട്ടോ ചെയ്യുന്നത്. താഴത്തെ ആ ഒരു ടയർ ഫുള്ളായിട്ട് റോസറ്റ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കളറ് മെറൂണും അതുപോലെ തന്നെ റെഡും ആയിരുന്നു. ആ 2 കളറാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മെറൂണ് എനിക്ക് ഷോപ്പിൽ എവിടെയും മെറൂണായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ റെഡിലേക്ക് കുറച്ച് ബ്ലൂ ചേർത്തപ്പം ഈ ഒരു കളറാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു മെറൂണിൻ്റെ അടുത്ത് കൂടെ പോയി എന്ന് പറയാം. അപ്പോൾ ആ ഒരു കളറാണ് എനിക്ക് കിട്ടിയത്. ചിലപ്പോഴങ്ങനെയാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു കളർ കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു കളറിലാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഒരുപാട് ക്രീമും വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ കളറ് ഉപേക്ഷിച്ച് നിർത്തിയിട്ട് പിന്നെ അടുത്തത് നെക്സ്റ്റ് റെഡ്, നമ്മളെ മാജിക് റെഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു റോസറ്റ രണ്ടാമത്തെ ലെയറായിട്ട് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ റോയിൽ കൊടുത്തിട്ടുള്ളത് മാജിക് റെഡിൻ്റെ റെഡ് വെച്ചിട്ടാണ് ഫുള്ളായിട്ട് തന്നെ അങ്ങനെ കവർ ചെയ്തെടുത്തു. വീണ്ടും ആ താഴെ കൊടുത്തിട്ടുള്ള മെറൂണ് മുകളിൽ ഒന്നും കൂടെ ഒരു ലൈനും കൂടെ കൊടുത്തിട്ട് ഫുള്ളായിട്ട് റോസറ്റ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ആ സെയിം റെഡ് വെച്ചിട്ട് തന്നെ മുകളിലും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹോണൊക്കെ വരുന്ന ആ ഭാഗത്തേക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പം നൂറിൻ്റെ N1 നോസിലാണ് കേട്ടോ ഇതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു റോസറ്റ ഫ്ലവർ വരയ്ക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഇത് അവിടെ ഇവിടെ ആയിട്ട് ഇതേപോലെ റോസറ്റ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെ കളറൊക്കെ നോക്കിയിട്ട് അവരവർക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ മുകൾ ഭാഗം ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഫ്ലവർ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ഫോണ്ടൻ്റൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നടുവിലായിട്ട് നമ്മൾ ഹോണ് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ 2 സൈഡിലായിട്ടും നമുക്കതിൻ്റെ ഇയറും വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ രണ്ടാമത്തെ ടയറിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാജിക് റെഡിൻ്റെ കളർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഡ്രിപ്പ് ചെയ്യണ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആ ഡിസൈൻ എനിക്ക് അത്രയ്ക്ക് കണ്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവർ തന്ന മോഡലിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ. രണ്ടാമത്തെ ടയറിൽ ഇങ്ങനെ ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്ത പോലെ ആയിരുന്നു. ഇനി നമ്മൾക്ക് കൺപീലി വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ആ ഒരു ഫ്ലവർ വരച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ 2 സൈഡിലായിട്ടാണ് കേട്ടോ കൺപീലി വെച്ച് കൊടുക്കുന്നത്. നടുവിലേക്കായിട്ട് നമ്മളൊരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ 2 സൈഡിലേക്കും പീലി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്കും ഫോണ്ടൻ്റും ഒക്കെ നല്ലപോലെ സെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ റെയിൻബോ കേക്ക് അതുപോലെ ബേബി ഷാർക്കിൻ്റെ ഒക്കെ കേക്കുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അപ്പോൾ ഫോണ്ടൻ്റ് വർക്കിനെ കുറിച്ചുള്ള ഡൗട്ടുകളൊക്കെ തീരും. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ആ ഒരു ടേബിൾ സെറ്റിങ്സ്. കേക്ക്സിക്കിൾസ് അതുപോലെ കപ്പ് കേക്കും കേക്ക് പോപ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.